ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. പിന്നെ എന്താ വിശേഷമെന്ന് പിന്നെ എല്ലാവരോടും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലായിടത്തും ഒരേ അവസ്ഥ തന്നെയാണ്. ന്യൂസിലും ടി വി ഫോണിലൊക്കെ തന്നെ വരുന്നത് ഇത് തന്നെയാണ്. അതെ, പെണ്ണുങ്ങൾ കംപ്ലീറ്റ് ന്യൂസിന്റെ മുന്നിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സ്റ്റാറ്റസ് ഇടുക, സ്റ്റോറി ഇടുക. സംഭവം ഓല ഇതാക്കി പറയല്ല കേട്ടോ, എല്ലാവരും അങ്ങനെയാണ്. അവന്റെ എല്ലാവരും ഉള്ളിലുള്ള സാധനമാണ് പുറത്ത് വരുന്നത്. പക്ഷെ നമ്മളിപ്പോ ഈ സമയത്ത് കരഞ്ഞുകൊണ്ടോ ചെയ്തിട്ട് കാര്യമില്ല. എന്നാലും നമ്മളൊരു അവസ്ഥ മനസ്സിലാക്കണം. അങ്ങനെ ഒന്നും വിചാരിക്കാണ്ട് കിടന്ന മനുഷ്യന്മാരൊക്കെ അല്ല എത്രയും മണ്ണെന്നൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് എനിക്ക് നിങ്ങൾ പറയേണ്ടത്, ശരിക്കും പനി ആയിനല്ലോ, ആ പനി ഇങ്ങോട്ട് മാറുന്നില്ല, ഉള്ളെന്ന് ടെൻഷൻ കയറി. ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് കാണാൻ പോണത്, ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ ഇതന്നെയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ക്ഷമിക്ക്, ഇതന്നെ കണ്ടിട്ട് ഇപ്പം 5-6 ദിവസമായിട്ട് അന്ന് തുടങ്ങിയ മുതൽ ഇന്നത്തെ ദിവസം വരെ ബൽക്കൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് ഇതുപോലെ തന്നെ കാണണം. നിങ്ങൾക്കും വീട്ടിലിരുന്നു കൊണ്ട് ഇതാണ് പരിപാടി. എന്റെ പരിപാടി ഇതാണ് കേട്ടോ, ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് പക്ഷേ ഈ വയനാട്ടിലത്തെ കാര്യവും പറഞ്ഞെങ്കിൽ ഇപ്പൊ ഇതൊരു വേറെ രീതിയിലൊക്കെ എത്തുന്നുണ്ടോ ഇല്ലല്ലോ? മടിന്റെ ഇതിലൊക്കെ ഒന്നും പോണില്ലല്ലോ. ഇപ്പൊ 3-4 ദിവസമായിട്ട് ഞാൻ അങ്ങോട്ട് വരലില്ലല്ലോ. ഫുള്ള് ക്യാമ്പിലേക്കുള്ള സാധനങ്ങൾ എത്തിക്കുക, നമ്മൾ അതാണ് ജസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ആവണം എന്താണ്, വെറുതെ കരഞ്ഞു കഴിഞ്ഞിട്ട് എന്താ അവിടെ അത് അതിന്റെ പകരം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് ആവശ്യം അത് നമ്മൾ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. ഏത് ദിവസവും ഏത് നിമിഷവും നമുക്കൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ കരീനേന്റെ പകരം എന്ത് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കരീനേന്റെ പകരം നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അതേ നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഷെഫിന്റെ ഒപ്പം വന്നാൽ ഞാൻ കരച്ചില് കുറെ കുറവാ. പക്ഷെങ്കിൽ വേറെന്തോ രൂപമായി പോയിട്ടുണ്ട്. കരയാണ്ട് വില പഠിച്ചിട്ട് കരയാനും ഇല്ല. കരയേണ്ട ആവശ്യമില്ലല്ലോ. പോണതാ തിരിയണ്ടേ. എന്നാലും നിങ്ങൾ അതന്നെ ചെയ്യേണ്ട കാര്യം ഇതാണ്. അവിടെ എന്താണ് ആവശ്യമുള്ള അത് ചെയ്തു കൊടുക്കുക എന്നല്ലാണ്ട്. അതൊക്കെ പറഞ്ഞു ഞാൻ വയനാട്ടിലെ കാര്യങ്ങളൊക്കെ ക്ഷമി പറയുന്നുണ്ട്. പക്ഷെങ്കിൽ എന്നെ കൊണ്ട് ഇവിടെ ചെയ്യിപ്പിക്കുന്ന പണിയാണ് ഇത്. പിന്നെ അവള് ടെൻഷനിലാണെന്ന് വിചാരിച്ചാൽ ഞാൻ അതൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. എന്ത് ചെയ്യാനാ? പിന്നെ നമുക്ക് വയനാട്ടിലെ കുട്ടികളൊക്കെ ദത്തെടുക്കാനൊക്കെ എത്രയോ ആൾക്കാർ തയ്യാറായി വന്നില്ലേ. അതൊക്കെ ഇൻസ്റ്റയില് ഞാൻ ഇന്നലെ കണ്ടിരിക്കണ ഒരു അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല അടിപൊളി ചെക്കന്. ഓന് ഇപ്പോ ഇല്ലേ എന്റെ ഒക്കെ ഏജിന്റെ താഴത്തെ അവന്റെ ഒക്കെ ഏജ് ഉണ്ടാവുന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പം ചെറിയ മക്കള്, അതായത് ഇപ്പൊ ഇല്ലാത്ത മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ ഓലെ ദത്തെടുക്കാൻ വേണ്ടി റെഡിയാന്ന് പറഞ്ഞു. നമ്മളൊക്കെ ഇത് ആലോചിച്ച കാര്യമാണ്. പക്ഷെ അത് എത്രത്തോളം എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യം ഓർത്തിട്ട് ചെയ്യാതിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലാതെ 100% ഏറ്റെടുക്കാൻ ഉറപ്പുള്ളവർക്ക് ചെയ്യുന്നില്ല. പക്ഷെ നമ്മക്കൊക്കെ എന്താന്ന് അറിയില്ല. എന്തെങ്കിലും ഏറ്റെടുക്കുക എന്നുള്ളതല്ല, അത് വൃത്തിക്ക് കൊണ്ടെടുക്കുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. ചെറിയ മക്കളല്ലേ, ഗുളിക മരുന്നൊക്കെ ഇതാക്കുന്നുട്ടോ. അന്ന് കാണിക്കാൻ പോയത് ഞാൻ പിന്നെ അരിച്ചാക്ക് കയറ്റുന്ന സമയത്ത് കാല് ചെറുങ്ങനൊന്നും തോന്നുന്നു ആയിപ്പോയി. പിന്നെ ഫുള്ള് വേദനായിട്ട് മടുമ്പിന്റെ സൈഡും തോന്നുന്നു പറ്റിപ്പോയിട്ട് ചെറിയൊരു വേദന. അപ്പൊ അന്ന് തൽക്കാലത്തേക്ക് ഒന്ന് അടിയതാണ്. പിന്നെ നമ്മൾ വയനാട്ടിലേക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. അതായത് സ്റ്റാർട്ടിങ് നമ്മൾ ക്യാമ്പിലേക്കുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. അത് നമ്മൾ എത്തിച്ചു കൊടുത്ത് മാക്സിമം നമുക്ക് ഉണ്ടാകുന്ന രീതിയിലൊക്കെ ടോട്ടല് 20 ആ റേഞ്ചിൽ ലോഡുകൾ നമ്മൾ അങ്ങോട്ട് കയറ്റി കൊടുത്തു വയനാട്ടിലേക്ക്. അത് കഴിഞ്ഞതിന് 2ാം ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് മണ്ണൊക്കെ കയറി ഉണ്ടാവുമല്ലോ പ്രളയത്തിന്റെ ടൈമിന്. അപ്പം ആ മണ്ണ് കയറിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ 3ാം ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്രത്തോളം നമ്മൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ രേഖകളൊക്കെ ഉണ്ടാവില്ലേ, ID, ആധാർ കാർഡ് അങ്ങനത്തെ ഒക്കെ പെറുക്കിയെടുക്കുന്നൊക്കെ ഇല്ല. അതെ, പെറുക്കിയെടുക്കുക പറഞ്ഞാൽ പലർക്കും അത് ഉണ്ടാവില്ല. അതൊക്കെ ഒലിച്ചു പോയില്ലേ. ID, ആധാർ കാർഡും ഒന്നുമില്ല മക്കൾക്ക്, കാലും തലയൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരെ, പിന്നെ ID, ആധാർ കാർഡും. അപ്പൊ ഏതായാലും അതൊക്കെ പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. മനുഷ്യന്മാര് പോയതാണല്ലോ ഇപ്പൊ ഭയങ്കര ടെൻഷന്. ഏതായാലും എന്റെ കാര്യം തേങ്ങാമാര് ഇതിങ്ങനെ എഴുതി. പിന്നെ എത്രയോ ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ, ഒരുപാട് തന്നെ കേരളം മൊത്തം തന്നെ പറയുക. മൊത്തം എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ജാതി മതം ഒന്നുമില്ല, എല്ലാവരും മനുഷ്യന്മാരായിട്ട് തന്നെ എല്ലാ ആൾക്കാരും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്താ ചിലര് നമ്മളാ പാല് കൊടുക്കാനൊക്കെ വന്ന കമന്റ് അയാൾ സത്യം പറയാണെങ്കിൽ നേരിട്ട് കിട്ടിയല്ലോ, പാല് കൊടുക്കാൻ അയാൾക്ക് കുറച്ച് പാല് വേണം പോലും. അപ്പൊ അതിനുള്ള പാലൊക്കെ എല്ലാവരും പോലെ എത്തിച്ചു കൊടുത്തിരിക്കണം. അങ്ങനെയൊക്കെ അതിന്റെ അടുക്ക അങ്ങനെ കുറച്ച് ആൾക്കാരും ഇതൊന്നും ചിരിച്ച് എന്താ പറയാ അങ്ങനെ പറയല്ല. എല്ലാവരും പറയുന്ന നമ്മൾ ക്യാമറയുടെ മുന്നിൽ നമുക്കിപ്പോ ആണെങ്കിൽ
അഭിനയിച്ചു കൊണ്ട് പറയും അല്ലോ അങ്ങനെ അങ്ങനെ. പക്ഷെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, അതല്ല അതിന്റെ ശരി അല്ല ക്ഷമയെ, അതന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ കരച്ചിലൊക്കെ എല്ലാവരും ഇനി നിർത്തുക. ചെയ്യാൻ പറ്റുന്നത് ₹1 ആണെങ്കിൽ ₹1, അത് ചെയ്യേണ്ട ടൈമിന് ചെയ്യാം. നമ്മളെ കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കാണ്ട് നിന്നിട്ട് കാര്യമില്ല. ഞാൻ ഇത് കൊടുത്താൽ എന്ത് വിചാരിക്കും, അതൊന്നുമില്ല, അതൊന്നും അറിയുന്നില്ലല്ലോ എത്ര നമ്മൾ കൊടുത്ത് അതൊക്കെ അല്ലേ. അപ്പൊ ഞാനൊക്കെ ആദ്യമൊക്കെ കുറെ വിചാരിക്കുക ഇന്ത്യയിൽ കുറച്ചല്ലേ പൈസ ഉള്ളൂ, എന്ത് എങ്ങനെ കൊടുക്കുക, 100 എങ്ങനെ കൊടുക്കാന്ന്. ഇപ്പോഴാണ് വിചാരിക്കുന്നത് അങ്ങനൊന്നും അല്ല, എല്ലാവരും 100 100 അത് അങ്ങനെ കൊടുക്കല്ലേ. തടി കൊണ്ടാകുമ്പോൾ തടി കൊണ്ട് സഹായിക്കുക, എന്തൊക്കെ പരിപാടി ഉണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, അത്ര തന്നെ എന്ത് വന്നു കഴിഞ്ഞാലും. എന്നെ ഏതായാലും ഞങ്ങൾ ഈ പഴമൊക്കെ ഒന്ന് വാട്ടി തരട്ടെ ഷെഫി, എനിക്ക് പഴം വാട്ടി തരാന്ന് പറഞ്ഞിരിക്കണ്. ഞാനല്ല നീ വാട്ടുക, ഇവിടെ വാ വന്ന് ഞാൻ ഇതാക്ക്. ആശു ഇവിടെ അല്ല കേട്ടോ, ആശു തറവാട്ട് പോയതാ. അപ്പൊ ഈ ഇതാക്കണ തേങ്ങയൊക്കെ ചിരണ്ടി ഇതാക്കണ ക്ഷമിക്ക് കൊടുത്തിരിക്കുന്നു. ഇത്രയും ചിരണ്ടി ഇത്രയും തേങ്ങ കേട്ടോ കിട്ടിയത്. എന്താ ഇങ്ങനെ കുറഞ്ഞു പോയത്? എന്താണോ ചെരണ്ടനായിട്ട് മടി കാണിച്ചത്. എത്ര കായ് എടുക്കണേ? 3 കായ്യാ? പോരെ, 3 മതിയോ? ഇത് ആശുവിന് തന്നെ വേണോ 3? ആശു ഇവിടെ അല്ലല്ലോ. ആശു ഇവിടെ അല്ലല്ലോ അല്ലേ. ഇത് അമ്മ ഉണ്ടാ കൂടിയാ എന്നാ ഒന്നുകൂടി എടുത്തൂടേനോ? അല്ല മതിയില്ലേ, വെറുതെ ആർഭാടാക്കണ്ട. ഞാൻ ഇപ്പൊ ഉള്ളൊരു എന്താ പറയാ ഒരു റെസ്പോണ്ട് പറയാന് പറയും കൊറേ വേണോ, തിന്നാൽ അതിനത്ര തിന്നൂല. നെയ്യ് നമ്മള് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ടീമിനോടാട്ടോ അപ്പൊ നെയ്യ് വാങ്ങല്. നല്ല അടിപൊളി നെയ്യാ, നാടൻ നെയ്യ്. നല്ല നാടൻ പയ്യുമെന്ന് നാടനായിട്ട് ഉണ്ടാക്കുന്ന നെയ്യ്. ഇപ്പൊ അശ്വിനൊക്കെ കൊടുക്കാനേ, മക്കൾക്ക് കൊടുക്കാൻ എപ്പോഴും നല്ല നാടൻ നെയ്യ് കൊടുക്കണം. നെയ്യ് പരട്ടുന്ന സമയത്ത് നാടനാക്കി കൊടുക്കണം. എല്ലാവർക്കും അറിയാം അല്ലേ, നല്ല ഞാനൊന്നും പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഇതാക്കണ പിന്നെ മഴ ഇന്ന് കുറവുണ്ടല്ലേ ക്ഷമിയ? മഴ എന്നല്ല പറയാ, മഴ അല്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോയില ഞാൻ ശരിക്കും ഞാന് അങ്ങനെ എന്നാ പറയല്, ഞാൻ നല്ല പറയാ അല്ല മഴ എന്നുള്ളതേ. അതെ ഞാന് സ്കൂൾ പോയിക്കുന്നല്ലാണ്ട് സ്കൂളത്തെ ഒന്നും കേട്ടില്ല മലയാളത്തില്. എന്റെ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. ഞാൻ എന്റെ ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. ഞാൻ സ്കൂളിന് ഏറ്റവും കൂടുതൽ അടി കൊണ്ടത് ഏത് അക്ഷരം പഠിക്കുമ്പോന്നറിയോ? ഇറില്ലേ, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെയുള്ള ഇല്ലേ, ഇറിനെയാണ് ഏറ്റവും കൂടുതൽ അടി കൊണ്ടത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇറുത് വരെ എന്റെ ജീവിതത്തിൽ ആവശ്യം വന്നില്ല. ഒരു കാര്യമില്ല ഇറ് പഠിച്ചിട്ട് അല്ലേ. എന്തോ പൃഥ്വിരാജ് സിംഗ് എന്നൊക്കെ പറയാനോ അങ്ങനെ എന്തോ അപൂർവം ചില കാര്യങ്ങൾക്കാണ് അത്രയും അടി കൊണ്ടത്. ശരിക്കും പറയാണെങ്കിൽ അങ്ങനെ എന്തോ അപൂർവം 1 or 2 വേർഡ് എന്തായാലും പഠിക്കേണ്ടതാണല്ലോ. അത് പഠിച്ച് വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും കുറെ അടിയും കൊണ്ട് ഇത് ഇതാക്കണ എണ്ണ ഇതാക്കണ ചൂടായി വന്നിരിക്കും ശരിതാ. അല്ല അങ്ങനെ നമ്മളെ പാനൊക്കെ കണ്ട് മാറ്റട്ടോ, പേന മാറ്റാ. നിങ്ങൾ ബേജാറാണ്ട, നമുക്ക് ചെയ്യാ. ആരും ബേജാറാകുന്നില്ല, എനിക്ക് കുറച്ച് ബേജാറേ ഉള്ളൂ. ക്ഷമിക്കുള്ള ബേജാറാണ് ഇപ്പൊ മെയിൻ ഇവിടെ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഉദ്യാന മടി ഉണ്ടോ പേച്ചന്? ചാടിയിടാൻ പറയും. ഓംപ്ലേറ്റ് മറച്ചിട്ട് പോലെ. അയ്യവാ ഇത് ഞാനാട്ടോ, ഇത് ഞാനാ മറച്ചിരുന്നു കേട്ടോ, ഞാനാ. അയ്യവാ അങ്ങനെയായി ക്ഷമി ക്രെഡിറ്റ് ക്ഷമി കൊണ്ടോ, ഞാൻ കാണിച്ചെങ്കിൽ അതാ സംഭവം. എന്നോട് നല്ല വെള്ളം കുടിക്കാൻ പറഞ്ഞിരിക്കണം. വെള്ളം കൂടി മുറ്റത്ത് പൈപ്പ് കുഴപ്പമില്ലാണ്ടൊക്കെ എങ്ങനെ ന്യൂസ് കാണുക, കരിയ കുത്തിരിക്കുക തന്നെ അല്ലേ. അല്ലോ ഓരോരോ. ഇതാണ് ഷെഫിന്റെ ഫേവറേറ്റ് വൈകുന്നേരത്തെ കടി. ഇതാദ്യേ പിന്നെ കുറച്ചു കാലം അങ്ങ് നിന്ന് ഞാൻ പിന്നെ അങ്ങനെ ഓർമ്മിപ്പിക്കാനും നിന്നില്ല. എരിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ അല്ലേ വാട്ടല്. ജസ്റ്റ് ഒന്ന് വാടി വരുന്നേരം കുറച്ച് തേങ്ങ ഇട്ട്, പഞ്ചസാര ഒന്നും ഞങ്ങൾ ഇടില്ല കേട്ടോ. ഏലക്കായ ഇടുന്നവരുണ്ട്. ഷെഫ്ക്ക് ഏലക്കായന്റെ ഫ്ലേവറും വലിയ ഇഷ്ടമല്ല. പിന്നെ വേണമെങ്കിൽ ശർക്കര ഇടാം, അത്രയും മധുരം നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ. ഇല്ല നമുക്ക് ഇങ്ങനെ മതിയല്ലോ. അപ്പൊ ഇതാ ഇത് ഏകദേശം ആയി വന്നാണ്. ഇത് ചൂടാറുമ്പോഴേക്ക് ഞാൻ കുറച്ച് ചായ ഉണ്ടായി തരാം. ചായത്തെ ടേബിൾ എടുക്കണില്ലേ ഇപ്പൊ സമയം എന്തെങ്ങനെ സമയം ഇത്രയും ടൈം നിന്നല്ലോ മഴ ഇല്ലാണ്ട്. ഇപ്പൊ വയനാട്ടിലൊക്കെ മഴ ഉണ്ടോ? വിളിച്ചു നോക്കിനോ? ഞാൻ വിളിച്ചു നോക്കിയ സമയത്ത് മഴ കുറച്ചൊരു കുറവുണ്ട് എന്ന് പറഞ്ഞു. കാരണം മഴത്തോടി നടക്കാൻ തന്നെ എന്തൊരു ബുദ്ധിമുട്ടല്ലേ. മഴ ഭയങ്കര സീനാ. പഴത്തിലും പഞ്ചസാര ഇട്ടില്ല കേട്ടോ ഞങ്ങള്. ചായയിലും ഇട്ടില്ല. ഒന്നുകൂടി പറയാണ്, പഴത്തിലും ഇട്ടില്ല പറഞ്ഞേ. അത് എവിടെ ശ്രദ്ധിക്കും ജമീന,
ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന പോലെ ശ്രദ്ധ ഒന്ന് എന്താ പറയാ മാറ്റാനും കൂടി വേണ്ടിയിട്ടാണ്. പക്ഷെ മാറുന്നില്ല. എന്തെന്നെ സംസാരിച്ചിട്ടും വേറെ വൈബ്, വേറൊരു എന്താ പറയാ രീതിയിലൂടെയാണ് ഷെമീന്റെ ഇതൊക്കെ പോണേ, ആലോചനകളും ചിന്തകളൊക്കെ അല്ലേ? ഉണ്ട്. എനിക്ക് മനസ്സിലായി. വേറെ ശ്രദ്ധിക്ക്, ലിസൺ ഇയർ ക്ലാസ് ശ്രദ്ധിക്ക് ഷെമീന. പിന്നെ എന്തേ പറയാൻ വിചാരിച്ചേ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എന്തോ എന്ത് കളി കളിക്കുക. അതൊന്നും ഇവിടെ ഇപ്പം അത് നോക്കണ്ട. എന്ത് ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഏതായാലും ഞങ്ങൾ ഏതായാലും ചായ കുടിക്കട്ടെ. ബീസ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നാടൻ നെയ്യ് ആയിട്ട്, നാടൻ നെയ്യിന്റെ ഫ്ലേവർ വേറെ തന്നെ അല്ലേ, അടിപൊളി. ഇനി ആർക്കോ വേണമെങ്കിൽ നമ്മളോട് പറയാം, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ, ഞങ്ങളെ കസിന് ഉണ്ടാക്കി തന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പൈസ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ആരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് പൈസ ആയിട്ട് തരട്ടേന്ന്. പൈസ ആയിട്ട് ഒന്നും സ്വീകരിക്കില്ല, സാധനങ്ങൾ മാത്രം അങ്ങോട്ടുള്ള. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയത്ത് ചോദിക്കും, ആ സമയത്ത് കാര്യം തരത്ത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഏതായാലും അങ്ങോട്ട് വേണ്ടി എല്ലാവരും ദുആ ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ മാക്സിമം നമ്മ കൊണ്ട് തടി കൊണ്ടാവണം എന്താണോ അത് ചെയ്ത് കൊടുക്കുക. എന്തായാലും ഒന്ന് പോണം അവിടെ, കാരണം അത് വിധി ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്ന് പോണം. എന്തായാലും ഈ ഒരു വീക്ക് കഴിയും അങ്ങോട്ട് പോകാനും കാര്യങ്ങൾക്കൊക്കെ. നമുക്ക് ഏതായാലും പോവാം, കഴിഞ്ഞോട്ടേക്ക് ഇന്നിട്ട് കണ്ടാൽ മതി. ഏതായാലും നമുക്ക് ഏതായാലും പോവാം ഇൻഷാ അല്ലാഹ്. ഏതായാലും നോക്കാം. അപ്പോൾ ഏതായാലും ഗൈസ് നാളെ കാണാം കേട്ടോ. ബൈ ബൈ ടാറ്റാ. ബൈ ബൈ പറഞ്ഞാൾ.